ഹലോ, എല്ലാവർക്കും റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തിങ്ക് റിച്ച് ബിഫോർ യു ബിക്കം റിച്ച്, അതാണല്ലേ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു ദിവസം ഒരു മനുഷ്യന് അത്ഭുതകരമായിട്ടുള്ള ഒരു അവസരം ലഭിച്ചു. അവന്റെ മുന്നിലെ 2 വാതിലുകൾ ഉണ്ടായിരുന്നു. ഒരു വാതിലിൽ എഴുതിയിരിക്കുകയാണ് 1 CR 1 crore. മറ്റൊന്നില് ഈ 1 crore കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധി, അതാണ് രണ്ടാമത്തെ ഡോറ്. അവൻ കുറച്ചു സമയം ചിന്തിച്ചു. പിന്നെ അവൻ ആദ്യത്തെ വാതിൽ തിരഞ്ഞെടുത്തു. കാരണം അവന് തോന്നി പണം കിട്ടിയാൽ എൻ്റെ ജീവിതം മാറും. പക്ഷെ അവൻ അറിയാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. പണം നിങ്ങളുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് അത് കൈകാര്യം ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ഈ കഥ അതിനെക്കുറിച്ചാണ്. കഥ എന്താണെന്നറിയോ? അവന് പണം കിട്ടി, പക്ഷെ വെൽത്ത് നഷ്ടപ്പെട്ടു. അരുൺ എന്നൊരു യുവാവ് ഉണ്ടായിരുന്നു. സാധാരണ കുടുംബം, വലിയ സാലറി ഒന്നുമില്ല. പക്ഷെ അവനൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഒരു ദിവസം എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണം. അവൻ കഠിനമായി ജോലി ചെയ്തു. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവൻ പലപ്പോഴും പറഞ്ഞിരുന്നു, എനിക്ക് കൂടുതൽ പണം കിട്ടിയാൽ ഞാൻ സേവ് ചെയ്യാനായിട്ട് തുടങ്ങും. സാലറി കൂടിയാൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ബിസിനസ് തുടങ്ങണമെങ്കിൽ വലിയ വലിയ ക്യാപിറ്റൽ വേണം. റിച്ച് ആയാൽ മാത്രമേ റിച്ച് പോലെ ചിന്തിക്കാനായിട്ട് കഴിയൂ. അവന്റെ ജീവിതം അങ്ങനെ തന്നെ മുന്നോട്ട് പോയി. അൺഎക്സ്പെക്റ്റഡ് മണി. ഒരു ദിവസം അവന്റെ കുടുംബത്തിന് ഒരു പ്രോപ്പർട്ടി സെയിൽ വഴി ഒരു വലിയ തുക ലഭിക്കുകയാണ്. അരുണിന്റെ ഷെയർ 50 ലക്ഷം. അവൻ ഞെട്ടിപ്പോയി. അവന്റെ ആദ്യത്തെ ചിന്ത, ഇനി എൻ്റെ ലൈഫ് സെറ്റായി. ആ ദിവസം അവൻ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇന്നു മുതൽക്ക് ഞാൻ ഫിനാൻഷ്യലി ഫ്രീയിലാണ്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്. പക്ഷെ അവൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരുന്നില്ല. അവന്റെ കയ്യിൽ പണം വന്നിരുന്നു, പക്ഷെ അവന്റെ റിച്ച് മൈൻഡ് സെറ്റ് അവനിലേക്ക് വന്നിരുന്നില്ല. അവന്റെ ആദ്യത്തെ തീരുമാനം, അവനൊരു പുതിയ ലക്ഷൂറിയസ് കാർ വാങ്ങി, പിന്നെ ഒരു എക്സ്പെൻസീവ് ഫോൺ വാങ്ങി, പിന്നെ വീട് ഒരു നന്നായിട്ടൊന്ന് റിനോവേറ്റ് ചെയ്തു, പിന്നെ ഫാമിലിയോടൊപ്പം ഹോളിഡേ, പിന്നെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് വലിയ പാർട്ടികൾ. അവൻ സന്തോഷിച്ചു. സോഷ്യൽ മീഡിയയിൽ നിറയെ ഫോട്ടോസ്, പുതിയ ലൈഫ് സ്റ്റൈല്, പുതിയ ക്ലോത്ത്സ്, പുതിയ ഫ്രണ്ട് സർക്കിള്. അവന് തോന്നി ഇതാണ് റിച്ച് ലൈഫ്. 1 വർഷം കഴിഞ്ഞു. അവൻ ബാങ്ക് അക്കൗണ്ട് തുറന്നു. അവൻ പ്രതീക്ഷിച്ചത് എന്തായിരുന്നു? വലിയ ബാലൻസ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്നത് വളരെ കുറച്ച് പണം മാത്രമായിരുന്നു. അവൻ ഭയന്നു, എൻ്റെ പണമെല്ലാം എവിടെ പോയി? അപ്പോൾ അവന്റെ ഒരു പഴയ സുഹൃത്ത് രാഹുൽ അവനെ കാണാനായിട്ട് വന്നു. രാഹുൽ ചോദിച്ചു, നീ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. അരുൺ ഒന്നും പറഞ്ഞില്ല. രാഹുൽ വീണ്ടും ചോദിച്ചു, നിന്റെ പണം പോയതല്ല പ്രശ്നം അരുൺ, പണം വന്നപ്പോൾ നീ മാറിയില്ല. പണം വന്നപ്പോൾ നിന്റെ പഴയ ഹാബിറ്റ് വലുതായി. ആ ഒരു വാക്ക് അരുണിനെ ചിന്തിപ്പിച്ചു. അന്ന് അരുൺ ഒരു നോട്ട്ബുക്ക് എടുത്തു. അതിന്റെ മുകളിൽ അവൻ ഒരു ചോദ്യം എഴുതി വെച്ചു. വൈ ഡിഡ് ഐ ലോസ് മൈ മണി? അവൻ ഓരോ കാര്യമായിട്ട് എഴുതാൻ തുടങ്ങി. ലക്ഷറി സ്പെൻഡിങ്, ഇമോഷണൽ പർച്ചേസസ്, നോ ബഡ്ജറ്റ്, നോ എമർജൻസി ഫണ്ട്, നോ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, നോ എഡ്യൂക്കേഷണൽ പ്ലാൻ, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനുള്ള ശ്രമം. അവൻ അവസാനം ഒരു സെന്റൻസ് എഴുതി, ഐ റിസീവ്ഡ് മണി ബിഫോർ ഐ ഡെവലപ്ഡ് ദ മൈൻഡ് സെറ്റ് ടു മാനേജ് ഇറ്റ്. അതാണ് അവന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത്. വെൽത്ത് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മളിൽ പലരും കരുതുന്നത് എന്താണെന്നറിയോ? മണി, വെൽത്ത്, റിച്ച് മൈൻഡ് സെറ്റ്, അതാ പലരും കരുതുന്നത്. പക്ഷെ പലപ്പോഴും നമുക്ക് വേണ്ടത് മൈൻഡ് സെറ്റ്, ഹാബിറ്റ്സ്, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, വെൽത്ത്. അങ്ങനെയാണ് നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഗ്രാഫ് പോകേണ്ടുന്നത്. അത് പലപ്പോഴും പലരും മറന്നു പോകുന്നു. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ 1000 രൂപ മാത്രമാണ് ഉള്ളതെങ്കിലും അതിനെ മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുക. അങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നാളെ 10,000 നിങ്ങളുടെ കയ്യിലേക്ക് വന്നാലും നിങ്ങൾക്കത് മാനേജ് ചെയ്യാനായിട്ട് കഴിയും. 1 ലക്ഷം വന്നാലും 10 ലക്ഷം വന്നാലും എമൗണ്ട് മാറുമ്പോൾ നമ്മുടെ ഹാബിറ്റുകൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറ്റരുത്. മനസ്സിലായോ? രണ്ടാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, മോർ മണി എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു പരിഹാരമല്ല എന്നുള്ള സത്യം. ചിലർ പറയുന്നു, എൻ്റെ സാലറി കുറവാണ്, അതുകൊണ്ടാണ് എനിക്ക് സേവിങ്സ് ഇല്ലാത്തത്. ചില സാഹചര്യങ്ങളിൽ വരുമാനം, ആ ഇൻകം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മുടെ ഇൻകം കൂടിയാൽ മാത്രം നമ്മുടെ പ്രശ്നം തീരില്ല. നിങ്ങളുടെ സാലറി ഇരട്ടിയാകുമ്പോൾ നിങ്ങളുടെ ചെലവും ഇരട്ടിയായാൽ നിങ്ങൾ വീണ്ടും അതേ സ്ഥലത്ത് തന്നെയല്ലേ നിൽക്കേണ്ടി വരുന്നത്? അതുകൊണ്ട് 2 കാര്യങ്ങളും ഒന്നിച്ചു വളരണം. ഇൻകം പ്ലസ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, അത് വളരെ അത്യാവശ്യമാണ്. മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത്, റിച്ചായി കാണുന്നത് വേഴ്സ് റിച്ചായി ജീവിക്കുന്നത്.
ഒരു ലക്ഷറി കാർ ഉള്ളത് വെൽത്ത് ആകണമെന്നില്ല. വലിയ ഹൗസ് ഉള്ളത്, വലിയൊരു വീടുള്ളത് ലക്ഷറി ആകണമെന്നില്ല, അല്ലെങ്കിൽ അതൊരു വെൽത്ത് ആകണമെന്നില്ല. എക്സ്പെൻസീവ് ഫോൺ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊരു വെൽത്ത് ആകണമെന്നില്ല. സോഷ്യൽ മീഡിയ ലൈഫ് സ്റ്റൈല് അത് വെൽത്ത് ആകണമെന്നില്ല. ചിലപ്പോൾ ഏറ്റവും ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള ആള് ഏറ്റവും സിമ്പിളായി ജീവിക്കുന്ന വ്യക്തിയായിരിക്കും. കാരണം അവൻ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനായിട്ട് പണം ഉപയോഗിക്കുന്നില്ല. അവൻ തന്റെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആക്കാനായിട്ട് പണം വിനിയോഗിക്കുന്നു. ഈ നാലാമത്തെ കാര്യം, പണത്തെക്കുറിച്ച് പഠിക്കുക. അരുൺ, നമ്മുടെ കഥയിലെ അരുൺ, അവന്റെ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് അവൻ തിരിച്ചറിഞ്ഞു. അവൻ പണം സമ്പാദിക്കാൻ പഠിച്ചിരുന്നു, പക്ഷേ പണം മാനേജ് ചെയ്യാൻ പഠിച്ചിരുന്നില്ല. അവൻ ഫിനാൻഷ്യലി ആയിട്ടുള്ള ബുക്സുകൾ വായിക്കാനായിട്ട് തുടങ്ങി. ബഡ്ജറ്റിംഗ് പഠിച്ചു, ഡെപ്റ്റ് മാനേജ്മെന്റ് പഠിച്ചു, ഇൻവെസ്റ്റിങ്ങിന്റെ പാഠങ്ങൾ പഠിച്ചു, പ്ലാനിങ്ങിനെ കുറിച്ച് പഠിച്ചു, റിസ്ക് മനസ്സിലാക്കി. അപ്പോൾ അവനൊരു കാര്യം അവന് തിരിച്ചറിഞ്ഞു. മണി എഡ്യൂക്കേഷൻ ഇല്ല എങ്കിൽ വലിയ ഇൻകം പോലും വലിയ അപകടകരമായി മാറിയേക്കാം എന്നുള്ള സത്യം. ഇനി അഞ്ചാമത്തെ പാഠം, അഞ്ചാമത്തെ ലെസൺ എന്ന് പറയുന്നത് ഐ എം എ വെൽത്ത് ബിൽഡർ. അരുൺ തന്റെ സെൽഫ് ടോക്ക് മാറ്റി. മുമ്പ് അവൻ പറഞ്ഞിരുന്നത് എനിക്ക് റിച്ച് ആകണം എന്നായിരുന്നു. പിന്നെ അവന്റെ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് ഞാൻ വെൽത്ത് ബിൽഡ് ചെയ്യുന്ന വ്യക്തിയാണ് എന്നതിലേക്ക് മാറി. മുമ്പ് അവൻ പറഞ്ഞിരുന്നു എനിക്ക് കൂടുതൽ പണം വേണം, പക്ഷെ ഇപ്പോൾ എനിക്ക് കൂടുതൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യണം എന്നതിലേക്ക് അവൻ മാറി. മുമ്പ് അവൻ പറഞ്ഞിരുന്നത് എനിക്ക് ലക്ഷറി വേണം എന്നായിരുന്നു, പക്ഷേ ഇപ്പോൾ അവൻ പറഞ്ഞത് എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണം എന്നായിരുന്നു. ഇതാണ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അരുൺ വീണ്ടും സീറോയിൽ നിന്ന് തുടങ്ങി. ഇത്തവണ അവനൊരു റൂൾ ഉണ്ടാക്കി. എവറി റുപ്പീസ് മസ്റ്റ് ഹാവ് എ പർപ്പസ് എന്നുള്ളത്. ഇൻകം വന്നാൽ ആദ്യം ഫ്യൂച്ചർ, പിന്നെ നീഡ്സ്, പിന്നെ വാണ്ട്സ്. അവൻ അൺനെസസറി എക്സ്പെൻസ് എല്ലാം കട്ട് ചെയ്തു, എമർജൻസി സേവിങ്സ് ഉണ്ടാക്കി, ഫിനാൻഷ്യൽ ഗോൾസ് ഒക്കെ എഴുതി വെച്ചു, ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് പഠിച്ച് സ്വന്തം സാഹചര്യത്തിന് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. അവൻ വീണ്ടും സ്വയം റിച്ചായി കാണാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ അവൻ ഫിനാൻഷ്യലി സ്ട്രോങ് ആകാനായിട്ട് തുടങ്ങി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അരുൺ വീണ്ടും രാഹുലിനെ കാണുകയാണ്. രാഹുൽ ചോദിച്ചു, ഇപ്പോൾ നീ റിച്ച് ആണോ? അരുൺ ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ റിച്ചായി തോന്നേണ്ട ആവശ്യമില്ല. എന്റെ പണം എവിടെയാണെന്ന് എനിക്കറിയാം. ഗോൾസ് എന്താണെന്ന് എനിക്കിപ്പോൾ അറിയാം. എന്റെ ഫ്യൂച്ചറിനായിട്ട് ഞാൻ തയ്യാറെടുക്കുകയാണ്. പിന്നെ അവൻ പറഞ്ഞു, ഞാൻ പണം നേടാനായിട്ട് പഠിച്ചു. ഇപ്പോൾ ഞാൻ വെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ട് പഠിച്ചു. നിങ്ങൾക്ക് ഇന്ന് വലിയൊരു ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കണ്ട. പക്ഷെ നിങ്ങൾക്ക് ഇന്ന് തന്നെ വെൽത്ത് ബിൽഡിംഗ് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങളുടെ സ്പെൻഡിങ് ഒന്ന് ശ്രദ്ധിക്കുക, മണിയെ കുറിച്ച് പഠിക്കുക, ഇൻകം വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങളുടെ സ്കില്ലുകൾ നിങ്ങൾ വികസിപ്പിക്കുക, ഫ്യൂച്ചറിനായിട്ട് നിങ്ങൾ സേവ് ചെയ്യുക, റെസ്പോൺസിബിൾ ആയി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. അതുപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഡെപ്റ്റ് നിയന്ത്രിക്കുക. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കരുത്. റിച്ചായി കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. റിച്ചായി ചിന്തിക്കാനായിട്ട് നിങ്ങൾ പഠിക്കുക. പണം നിങ്ങളുടെ ജീവിതം മാറ്റുന്നതിന് മുമ്പ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങളുടെ പണത്തെ മാറ്റണം. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് പണം മാത്രം മതിയോ, അതോ പണം കൈകാര്യം ചെയ്യാനുള്ള കഴിവും നിങ്ങൾക്ക് വേണോ? ആലോചിക്കൂ. രണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു കമന്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഐ എം നോട്ട് ചേസിങ് മണി, ഐ ആം ബിൽഡിംഗ് വെൽത്ത് എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ഒക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് എത്തട്ടെ. എല്ലാവർക്കും അവരുടെ ഫിനാൻഷ്യൽ ഗോൾസുകളൊക്കെ അച്ചീവ് ചെയ്തുകൊണ്ട് അവരുടെ ഫിനാൻഷ്യൽ ഒരു ശരിക്കും ശക്തമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സിലേക്ക് എല്ലാവരും എത്തട്ടെ. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായവരെല്ലാം ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, ഒരു ലൈഫ് കോച്ചാണ്, ബിസിനസ് കോച്ചാണ്, ചിൽഡ്രൻസ് കോച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ സെഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പർ വഴി എന്നെ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് ക്ലാസ്സുകളും വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. സെപ്റ്റംബറിൽ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പം എൻ്റെ ഗ്രൂപ്പ് ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരും നിങ്ങൾക്ക് പിന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ വിത്ത് റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയർ. നാളെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. താങ്ക്